കാരുണ്യവാനായ കർത്താവിന്റെ നാമത്തെ നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കാൽവറി നായകനായ ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ ഉള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാവർക്കും ആദരവോടെ അറിയിക്കുന്നു. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഈ സന്ധിയിലും തിരുവചന പഠനത്തിന് വേണ്ടി കടന്നു വരുവാൻ ദൈവം സഹായിച്ചല്ലോ. കർത്താവിനെ വാഴ്ത്തുകയാണ്. നാം ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് കുഞ്ഞാടിന്റെ കാന്ത എന്ന നിലയിൽ നാം നമ്മെ തന്നെ ഒരുക്കേണ്ടത് എന്നുള്ളതാണ്. കാരണം നാം വെളിപ്പാട് 19 അധ്യായം 7, 8, 9 വാക്യങ്ങളിൽ കാണുന്നു, കാന്തയും അഥവാ സഭയും തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു. ക്രിസ്തു വിവാഹ നിശ്ചയം ചെയ്തു. 2, ക്രിസ്തു മണവാളൻ എന്ന നിലയിൽ മണവാട്ടിക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ പോയിരിക്കുന്നു. 3, മണവാളൻ തൻ്റെ തോഴന്മാരുമായി വന്ന് മണവാട്ടിയെ വിവാഹം കഴിക്കും. 4, വിവാഹ സദ്യ. അവരുടെ വിവാഹ ജീവിതം. 2, വിവാഹ സദ്യ. ഇങ്ങനെയാണ് വിവാഹത്തിന്റെ ക്രമീകരണം. അപ്പൊ യേശു നമ്മെ വിവാഹ നിശ്ചയം ചെയ്തു. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം നമുക്ക് സ്ത്രീധനമായിട്ട് തന്നു. എന്നിട്ട് നമുക്കായി സ്ഥലം ഒരുക്കുവാൻ പോയിരിക്കുന്നു. മണവാളനും മണവാട്ടിക്കും ഭാര്യാഭർത്താക്കന്മാരായിട്ട് വസിക്കുവാൻ, ജീവിക്കുവാൻ ഉള്ള ക്രമീകരണമാണ് യഹൂദന്മാരുടെ ഇടയിൽ മണവാളൻ വീടൊരുക്കുക എന്നുള്ളത്. ആ ഒരു സാദൃശ്യമാണ് ക്രിസ്തു നമ്മെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് മണവാളനായിട്ട് വരുവാനുള്ളവൻ വരും. സഭയെ തൻ്റെ അടുക്കലേക്ക് ചേർക്കും. അത് കഴിഞ്ഞിട്ട് വിവാഹ ആഘോഷങ്ങളാണ്. അതിനിടയിലാണ് മണവാളൻ വീടൊരുക്കുന്ന ആ കാലഘട്ടത്തിൽ മണവാട്ടി തന്നെ തന്നെ ഒരുക്കുന്നു. ഇവിടെ ക്രിസ്തുവിന്റെ സഭ എങ്ങനെയാണ് ക്രിസ്തുവിന്റെ വരവിനായിട്ട് ഒരുങ്ങുന്നത് എന്ന ഭാഗം ചിന്തിച്ചു വരികയാണ്. അതിൽ നമ്മൾ കുറെ കാര്യങ്ങൾ കണ്ടു. ഓരോരുത്തരും എഴുതിയതിനനുസരിച്ച് അതിലെ സംഖ്യ, നമ്പർ വ്യത്യാസം കാണും. മുമ്പിലും പുറകിലും ഒക്കെ ആയിട്ടായിരിക്കാം. ചിലർ 2 കാര്യങ്ങൾ ഒരുമിച്ച് എഴുതിയവരുണ്ട്, 3 ഒരുമിച്ച് എഴുതിയവരുണ്ട്. ചിലര് ഓരോന്നും വേറെ വേറെ എഴുതിയവരുണ്ട്. അതുകൊണ്ട് എണ്ണത്തിൽ അല്ല കാര്യം, വിഷയങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ കണ്ടത്, ഇന്നലെയും മിനിയാന്ന് രാത്രിയിലും നാം കണ്ടത്, കൊരിന്ത്യർക്കുള്ള ലേഖനത്തിൽ പൗലോസ് പറഞ്ഞ കാര്യം. 1 അധ്യായത്തിന്റെ 1 ലേഖനം 1 അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും നാം കാണുകയുണ്ടായി. ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള വചനത്തിലും പരിജ്ഞാനത്തിലും സമൃദ്ധരായിരിക്കുകയും ഒരു കൃപാവരത്തിനും കുറവില്ലാത്തവരായി, എന്ന് വെച്ചാൽ പരിശുദ്ധാത്മപൂർണരായി നാം കഴിയുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇന്നലെയും മുഴുസമയവും നാം ആ വിഷയത്തോടനുബന്ധിച്ചും സംശയ നിവാരണത്തിന് വേണ്ടി, ആ
വിഷയത്തോട് ബന്ധപ്പെട്ട് തന്നെയുള്ള സംശയ നിവാരണത്തിന് വേണ്ടിയും നാം ചിലവഴിച്ചുവല്ലോ. അടുത്തതിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അത് ഇപ്പോൾ നമ്മൾ പഠിച്ചതിനോട് ചേർത്ത് തന്നെ വയ്ക്കാം. ആത്മനിറവിന്റെ ജീവിതം നയിക്കുക. നമ്മുടെ ചോദ്യോത്തര വേളയിലും അതിനെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചായിരുന്നു, ചർച്ച ചെയ്തിരുന്നു. ആത്മനിറവിന്റെ ജീവിതം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുകയും പരിശുദ്ധാത്മാവിന്റെ എല്ലാവിധമായ പ്രവർത്തനങ്ങളിലും നമ്മൾ പൂർണ്ണമായും പങ്കാളികളാവുകയും ചെയ്യുക. സ്തോത്രം. നമുക്കറിയാം, ഏറ്റവും ആദ്യത്തെ ക്രിസ്തീയ പ്രസംഗം പത്രോസാ നടത്തിയത്, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ. So this is the point that as part of preparation for the wedding of the Lamb, the bride, the church, and every member of the church has to be filled with the Spirit of God and should be ready to exercise every gift as the Holy Spirit imparts us to. ക്രിസ്തുവിന്റെ കാന്ത എന്ന നിലയിൽ സഭയിലെ ഓരോ അംഗവും ഓരോ വിശ്വാസിയും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുകയും ആവാസമുള്ളവരായി തീരുകയും പരിശുദ്ധാത്മാവ് പകർന്നു നൽകുന്നത് പോലെ എല്ലാ കൃപാവരങ്ങളും പ്രയോഗത്തിലാക്കുകയും ചെയ്യണം. നമുക്കറിയാം, പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മുടെ ഇടയിൽ പൊതുവെ ഒത്തിരി വികലമായ ചിന്തകളുണ്ട്. നമ്മൾ ത്രിയേകത്വത്തെ സംബന്ധിച്ച് പഠിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ എടുത്തു പഠിക്കുകയുണ്ടായി. അന്നും പറഞ്ഞ ഒരു കാര്യം ഇന്നും കൂടെ ആവർത്തിച്ചു കൊള്ളട്ടെ. ഒരു ചോദ്യം ചോദിച്ചാൽ കാര്യം കുറെ കൂടെ വ്യക്തമാകും. പരിശുദ്ധാത്മാവ് ഒരു ശക്തിയോ അതോ വ്യക്തിയോ? ഉത്തരം ലളിതമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. The Holy Spirit, whether a power or a might or a person, നമുക്ക് ഉത്തരം നിങ്ങൾ തന്നു കഴിഞ്ഞു. എന്നാൽ നമ്മുടെ ഇടയിൽ പോലും, എന്ന് വെച്ചാൽ പെന്തക്കോസ്തുകാർക്കിടയിൽ പോലും ഉള്ള ഒരു തെറ്റായ ധാരണയാണ് പരിശുദ്ധാത്മാവ് ഒരു ശക്തിയാണെന്ന്. അല്ല. നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള അതേ പ്രയോഗം തന്നെ ഞാൻ ആവർത്തിച്ചു പറയാം. പരിശുദ്ധാത്മാവ് ആളത്വരഹിതനായ അല്ലെങ്കിൽ ആളത്വരഹിതമായ ഒരു ശക്തി അല്ല. പകരം സർവശക്തനായ ഒരു വ്യക്തിയാണ്. The Holy Spirit is not a mere power without a personality, but he is a person with all might, therefore an almighty person. പരിശുദ്ധാത്മാവിനെ വെറും ഒരു ശക്തിയായി കണ്ടുകൊണ്ടും പരിശുദ്ധാത്മാവിനെ വെറും അന്യഭാഷയിൽ മാത്രം ഒതുക്കിക്കൊണ്ടുമുള്ള നമ്മുടെ ഇടയിൽ നല്ല ശതമാനത്തിന്റെയും ചിന്താഗതികൾ തെറ്റാണ്.
പരിശുദ്ധാത്മാവ് വ്യക്തിയാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്, പരിശുദ്ധാത്മാവ് പിതാവിനോടും പുത്രനോടും സകലത്തിലും തത്തുല്യനാണ്. സകലത്തിലും. നാം വളരെയധികം മനസ്സിലാക്കേണ്ട ഒരു ചിന്തയുണ്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച്. The Holy Spirit is at a time a promise and a gift. A promise and a gift. പരിശുദ്ധാത്മാവ് ഒരേ സമയം തന്നെ നമുക്ക് വാഗ്ദത്തവുമാണ്, ദാനവുമാണ്. അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലും നാം ഇത് കാണുന്നുണ്ട്. 1-ന്റെ 5-ാമത്തെ യേശുക്രിസ്തു തന്നെ പറഞ്ഞു, എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിപ്പ്. The promise you wait upon, the promise you heard of me. And also in chapter 2, 38 and 39 and 40. 1-ാം അധ്യായം 4-5 വാക്യങ്ങളിലും അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായത്തിന്റെ 39-40 വാക്യങ്ങളിലും കാണുന്നുണ്ട്. പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും യഹൂദന്മാർ വന്ന് ചോദിക്കുന്നു, ഞങ്ങൾ എന്ത് ചെയ്യണം? അവിടെ എന്തിനു വേണ്ടി എന്ത് ചെയ്യണം എന്ന് എഴുതിയിട്ടില്ല. രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണമെന്ന് കാരാഗ്രഹ പ്രമാണി പൗലോസിനോടും ശീലാസിനോടും ചോദിച്ച കാര്യം നമുക്കറിയാം. എന്നാൽ അതിനു മുൻപാണ് ഇവിടെ യഹൂദ പുരുഷന്മാർ അപ്പോസ്തലന്മാരോട് ചോദിക്കുന്നത്, ഞങ്ങൾ എന്ത് ചെയ്യണം? എന്തിനു വേണ്ടി എന്നവിടെ കാണുന്നില്ല. പക്ഷേ ഉത്തരത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്, ഈ പ്രവചനങ്ങൾക്കനുസരിച്ച് നിറവേറിയ ഈ ആത്മനിറവ് പ്രാപിക്കുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചതായിട്ടാണ്. കാരണം അതിന്റെ ഉത്തരത്തിൽ നിന്നും ചോദ്യത്തിന്റെ സൂചന കിട്ടുന്നുണ്ട്. എന്താ ഉത്തരം പറഞ്ഞത്? പത്രോസ് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ പത്രോസും ശേഷം അപ്പോസ്തലന്മാരും ഉത്തരം കൊടുത്തത് എന്തായിരുന്നു? നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തൻ താന്റെ പാപമോചനത്തിനായിട്ട് സ്നാനപ്പെടുകയും എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അപ്പോൾ എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും എന്ന ആൻസർ, ഉത്തരത്തിൽ നിന്നും ചോദ്യം നമുക്ക് മനസ്സിലാകും. ഞങ്ങൾ ഈ വാഗ്ദത്തമാം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ എന്ത് ചെയ്യേണ്ടു എന്നായിരിക്കണം ചോദിച്ചത്. അവിടെ പറയുന്നു പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അടുത്ത വാക്യത്തിൽ പത്രോസ് പറയുന്നു വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും, അങ്ങനെ പറഞ്ഞു പോകുന്നു. അപ്പോൾ ഈ 2 ഭാഗങ്ങളിലും നാം പരിശുദ്ധാത്മാവിനെ ദാനമായും വാഗ്ദത്തമായും കാണും. കൂടുതലായും പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെ നാം കാണുന്നത് പ്രോമിസ്, വാഗ്ദത്തമായിട്ടാണ്. വാഗ്ദത്തമായിട്ട് പൗലോസ് അത് കുറച്ചുകൂടെ വ്യക്തമാക്കുന്നുണ്ട്. നമുക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ വാഗ്ദത്തം എന്താണ്? The greatest ever or the
utmost promise we are given with. എന്താ നമുക്കുള്ള ഏറ്റവും വലിയ വാഗ്ദത്തം? നിത്യജീവൻ, ജീവൻ, മസായ. കുറച്ചും കൂടെ വ്യക്തത വരാനുണ്ട്. ദൈവസഭയ്ക്ക് നൽകപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ വാഗ്ദത്തം എന്തോ? യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവാ. The return of the groom. മണവാളന്റെ മടങ്ങി വരവ്, ക്രിസ്തുവിന്റെ പുനരാഗമനമാണ് ദൈവസഭയ്ക്കുള്ള ഏറ്റവും വലിയ വാഗ്ദത്തം. സ്തോത്രം. The promise with a definite article. എന്നാൽ ആ വാഗ്ദത്തത്തോട്, കർത്താവിന്റെ വരവിന്റെ വാഗ്ദത്തത്തോട് ചേർത്തു വയ്ക്കാൻ പറ്റുന്ന, എന്നാൽ ഒന്നാമത്തേതിന്റെ അത് കഴിഞ്ഞ് രണ്ടാമത്തേതെന്ന് പറയാനും ഒന്നാമത്തേതിനോട് തത്തുല്യമെന്ന് പറയാനും കഴിയുന്ന വാഗ്ദത്തമാണ് പരിശുദ്ധാത്മാവ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പരിശുദ്ധാത്മാവിനെ, അല്ലെങ്കിൽ വാഗ്ദത്തമാം പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മിൽ പലർക്കും അറിയാമെങ്കിലും നമ്മുടെ ഇടയിൽ അധികം പറഞ്ഞു കേൾക്കാത്ത ഒരു കാര്യമാണ്. നമ്മുടെ ക്ലാസ്സിൽ തന്നെ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്. ആവർത്തിക്കുന്നു എന്നേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്കൊന്ന് ആവർത്തിക്കുന്നത് മറക്കാതിരിക്കാൻ സഹായകരമാണല്ലോ. ഓർമ്മ വരുന്നുണ്ടോ ആർക്കെങ്കിലും? പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് അതിന്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? What is the ultimate purpose of the Holy Spirit? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരും. അല്ല, അത് ലോകത്തിന്. സഭയെ ഒരുക്കാൻ പോരാ. ടെസ്റ്റിഫൈ പോരാ. അതെല്ലാം ഉണ്ടെങ്കിൽ ഞാൻ ചോദിച്ചത് ഏറ്റവും പരമമായ ലക്ഷ്യം, ദ അൾട്ടിമേറ്റ് പർപ്പസ്. നമ്മുടെ വിശുദ്ധീകരണത്തിനാണ് അല്ല, ഏറ്റവും പ്രധാനപ്പെട്ട അതെല്ലാം എല്ലാം ശരിയാണ്. റിസറക്ഷൻ, യേശുക്രിസ്തുവിന്റെ റിസറക്ഷനോട് നമ്മൾക്കും അതേ റിസറക്ഷൻ കിട്ടും. റിസറക്ഷൻ അതിനോടനുബന്ധിച്ചതാണ്. നമ്മെ അവന്റെ മുൻനിർത്തേണ്ടതിനു വേണ്ടി അതെല്ലാം ഉണ്ട്. പോരാ. To make disciples. അല്ല നമ്മളെ ക്രിസ്തുവിനെ പോലെ ആക്കി തീർക്കാൻ. അതെല്ലാം ഈ ഇതുവരെ പറഞ്ഞതാ കാര്യങ്ങളൊക്കെ. വിശുദ്ധീകരണമെന്നും നമ്മളെ ഒരുക്കുക എന്നൊക്കെ പറഞ്ഞതെല്ലാം സെയിം തന്നെയാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ
Sealed for final 13ഉം redemption. 14 വാക്യങ്ങൾ. എന്താ സിസ്റ്റർ പറഞ്ഞേ? Sealed for final redemption. യെസ്, ഷേർലി സിസ്റ്റർ. ഒന്ന് വായിച്ചോളൂ, അപ്പൊ പിന്നെ ഒന്നുകൂടെ വ്യക്തമായിക്കോളൂല്ലോ. എഫീസ്യർ 1:13-14. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് അവന്റെ തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പൂഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. സ്തോത്രം. നമ്മുടെ മർത്യ ശരീരങ്ങളെ ഉയർപ്പിക്കാൻ എന്നുള്ളതും ഇതിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ തന്നെ നാം അവിടെ മനസ്സിലാക്കേണ്ടത്, അവിടെ എഴുതിയിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ നമുക്ക് ദൈവം തന്നത് എന്തായിട്ടാണ്? സീൽ. അല്ല, സീൽ അല്ല. ഗ്യാരണ്ടി. യെസ്, ഗ്യാരണ്ടി. മലയാളത്തിൽ അച്ചാരമായിട്ടെന്ന്. That's the 14th verse. Who's the guarantee of the 13-14 അതിനെ വായിപ്പിച്ച്. പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് അച്ചാരമായിട്ട. വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനെ നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായിട്ട്. നിങ്ങൾ ചിലർ പറഞ്ഞ ഏറ്റവും ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് നമ്മുടെ മർത്യ ശരീരങ്ങളെ ഉയർപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ അതിനും ഒരു പടി കൂടെ കടന്നിട്ട് അതിൻ്റെ ഉറപ്പായിട്ടാണ്, അതിൻ്റെ ഗ്യാരണ്ടി ആയിട്ടാണ്. സ്തോത്രം. അതിൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത്. 4:30 സെയിം ആണല്ലോ അല്ലേ? അതെ, വീണ്ടെടുപ്പ് നാളിനായി നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. കൊരിന്ത്യർ ലേഖനത്തിലുണ്ട്. അപ്പം അച്ചാരമായിട്ട് എന്ന് വെച്ചാൽ, അതിനാ ഞാൻ ആദ്യം ചോദിച്ചത്, നമുക്ക് ദൈവസഭയ്ക്ക് നൽകപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ വാഗ്ദത്തം യേശുക്രിസ്തുവിന്റെ വരവാണ്, അല്ലെങ്കിൽ നമ്മുടെ ഉൽപ്രാവണമാണ്. നമ്മളെ ഇവിടെ നിന്നും കൊണ്ടുപോവുക, ദൈവസഭയെ ക്രിസ്തുവിനോട് ചേർക്കുക. കർത്താവ് വന്ന് നമ്മളെ തൻ്റെ അടുക്കൽ ചേർക്കും എന്നുള്ളതാണ് നമുക്കുള്ള ഏറ്റവും വലിയ വാഗ്ദത്തം. പക്ഷേ ആ വാഗ്ദത്തം നമുക്ക് കിട്ടിയിട്ട് 2000-ൽ പരം വർഷമായി. ഇതുവരെയും അത് നിറവേറിയിട്ടില്ല. പക്ഷെ നമ്മൾ ഇപ്പോഴും വിശ്വസിക്കുന്നു അത് നിറവേറുമെന്ന്. ആ വാഗ്ദത്തം പൂർണ്ണമാകും എന്നതിന് നമുക്ക് എന്താ ഉറപ്പ്? What guarantee do we have that Christ will fulfill his promise of his coming, taking us with him? What guarantee we have? We've been sealed with the Holy Spirit. ആ ഗ്യാരണ്ടിയാണ് the Holy Spirit. So this is one of the most important guarantees of the coming of the Lord. കർത്താവിന്റെ മടങ്ങി വരവിന്റെ ഉറപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉറപ്പാണ് ഇന്ന് പരിശുദ്ധാത്മാവ് സഭയോട് കൂടെ ഭൂമിയിൽ ഉണ്ടെന്നുള്ളത്. നമ്മുടെയൊക്കെ സ്നാനത്തിനും ഈ ഒരു ചോദ്യം വന്നിരുന്നു. പക്ഷെ ചോദിക്കുന്ന പാസ്റ്റേഴ്സും അത് ചിന്തിച്ചോണ്ട് അറിഞ്ഞോണ്ടാണോ ചോദിക്കുന്നതെന്ന് എനിക്കറിയില്ല.
സ്നാനാർത്ഥിയോട്, സ്നാനപ്പെടാൻ പോകുന്നയാളിനോട് ബാപ്റ്റൈസർ, സ്നാപകൻ ഒരു ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിന്റെ ഒടുവിൽ ചോദിക്കുന്നത് ഇങ്ങനെയാണ്: വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനെ വാങ്ങി അയച്ചു തന്ന എന്നൊരു പ്രയോഗമുണ്ട് അതിനകത്ത്. അപ്പോൾ കർത്താവ് വരും എന്ന ഉറപ്പ് നമുക്ക് എങ്ങനെയാ ലഭിച്ചത്? ആത്മാവിനെ അച്ചാരമായി തന്നതുകൊണ്ടാണ്. ആ അച്ചാരമായി നൽകപ്പെട്ടിരിക്കുന്ന വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവ് മുമ്പേ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടി നമ്മിലും ചെയ്യുന്നുണ്ട്. അത് ഉറപ്പാണ്. നമ്മെ സാക്ഷീകരണത്തിനായിട്ട് ശക്തീകരിക്കുന്നു, വിശുദ്ധീകരിക്കുന്നു, യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തോടെ രൂപപ്പെടുത്തുന്നു, ഒക്കെ ഉണ്ട്. ഏറ്റവും ഒടുവിൽ നമ്മളെ രൂപാന്തരപ്പെടുത്തി കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കുകയും ചെയ്യുന്നു. അതെല്ലാം ഉണ്ട്. പക്ഷേ ഇപ്പോൾ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത് കർത്താവ് പറഞ്ഞ ഏറ്റവും വലിയ വാഗ്ദത്തം നിവർത്തിക്കും എന്നതിൻ്റെ ഉറപ്പിനായിട്ട്. അതാണ് അച്ചാരം, അഡ്വാൻസ് പേയ്മെന്റ്, ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ്. നമ്മളൊരു കച്ചവടം പറഞ്ഞ് ഉറപ്പിക്കുമ്പോൾ അതിൻ്റെ പൂർത്തീകരണം ചിലപ്പോൾ ചില വർഷങ്ങൾക്ക് ശേഷമേ നടക്കുകയുള്ളൂ. പക്ഷേ പറഞ്ഞ് ഉറപ്പിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞതുപോലെ പറഞ്ഞ സമയത്ത് നിവർത്തിക്കും എന്നതിൻ്റെ ഉറപ്പിന് വേണ്ടി ഒരു ടോക്കൺ മണി കൊടുക്കും. ഞാനൊക്കെ ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഗ്രാമങ്ങളിലൊക്കെ ഉള്ളവരുടെ കയ്യിൽ ക്യാഷ്, പണം വളരെ കുറച്ചേ കാണത്തുള്ളൂ. അവരുടെ കയ്യിൽ കൈൻഡാണ്, സാധനങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് സാധനങ്ങളാണ് വെച്ചു മാറാറുള്ളത്. ഇപ്പം വീട്ടില് കൃഷിക്കാരാ, അവിടെ അവരുടെ കയ്യിൽ കറി ഉണ്ടാക്കാൻ എണ്ണയില്ല. പക്ഷേ കൃഷിയെടുത്ത കടുകിരിപ്പുണ്ട്, കടുകെണ്ണയില്ല. അപ്പൊ ചെയ്യുന്നത് ഒരു പാത്രത്തിനകത്തോ ഇല്ലെങ്കിൽ തുണിയുടെ കോന്തലയ്ക്കൽ, സാരിയോ മുണ്ടോ ഒക്കെ ആണെങ്കിൽ തുണിയുടെ കോന്തലയ്ക്കലോട്ട് കുറച്ച് ധാന്യം വാരിയിട്ടോണ്ട് ഇതും കൊണ്ട് കടയിൽ പോകും. എന്നിട്ട് പറയും ഇത് കൊടുത്തിട്ട് അവർക്ക് ആവശ്യമുള്ളത് മേടിക്കും. ഞാനൊക്കെ ഇപ്പം കഴിഞ്ഞിടയ്ക്കും ഞങ്ങളിങ്ങനെ വീട്ടില് പിള്ളേരോടൊക്കെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തില് വീട്ടില് പറങ്ങാണ്ടിയുണ്ട്, കാജു വീട്ടിലുണ്ട്. അപ്പോഴാ ഞങ്ങളുടെ കൂട്ടുകാർ പിള്ളേരൊക്കെ ഈ അവധിക്കാലം അല്ലേ, അന്നേരം ഈ തോടുള്ള കപ്പലണ്ടി, ഗ്രൗണ്ട് നട്ട്, അതും വറുത്തിട്ട് വിൽക്കാൻ വരും. ഞങ്ങൾ ഈ വിലയേറിയ പറങ്ങാണ്ടി കൊടുത്തിട്ട് കപ്പലണ്ടി മേടിച്ച് കഴിക്കായിരുന്നു. ഇപ്പോഴതിന്റെ രസമൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നത്. അന്ന് പറങ്ങാണ്ടിക്ക് വിലയില്ല. ഞങ്ങളെ സംബന്ധിച്ച് വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം കശുവണ്ടി, അതെ, കശുവണ്ടി. അപ്പൊ കശുവണ്ടി കൊടുത്തിട്ട് നിലക്കടല മേടിച്ച് കഴിക്കും. ഇപ്പോഴാണെങ്കിൽ ചിലപ്പം ആ കശുവണ്ടി അത് ചുട്ട് തിന്നുകയുള്ളായിരുന്നു. അന്നതറിയത്തില്ല. അപ്പൊ ഇതുപോലെയാ. അപ്പൊ പൈസയായിട്ട് ഞാൻ പറഞ്ഞു വന്നത്, ഗ്രാമീണരുടെ കയ്യിൽ പലപ്പോഴും പണമായിട്ട് കാണത്തില്ല. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് രണ്ടു പേര് തമ്മിൽ സംസാരിക്കുമ്പം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ
കൊടുക്കൽ വാങ്ങലിന്റെ കാര്യം പറയുമ്പം എന്നാ ശരി, നീ സമ്മതിച്ചോടാ, സമ്മതിച്ചു, എന്നാ പിടി. അവിടെ കിടക്കുന്ന ഒരു മരത്തിന്റെ ഒടിഞ്ഞ ഉണങ്ങിയ കമ്പിന്റെ ഒരു കഷണം, ഇല്ലെങ്കിൽ തീപ്പെട്ടി ഉണ്ടെങ്കിൽ, വീഡിയോ വലിക്കുന്നവരാണല്ലോ, തീപ്പെട്ടി ഉണ്ടെങ്കിൽ, അത് വിലടങ്ങി കാണത്തില്ല, അതാ ഉണ്ടെങ്കിലെന്ന് ഞാൻ പറഞ്ഞ, തീപ്പെട്ടി ഉണ്ടെങ്കിൽ അതേലെ ഒരു കൊള്ളി എടുത്ത് കൊടുക്ക്, ഇന്നടാ പിടി, ഈ പറഞ്ഞതിന്റെ ഉറപ്പിന് വേണ്ടി. ആ കൊടുക്കുന്ന തീപ്പെട്ടിക്കൊള്ളി, ആ കൊടുക്കുന്ന ഒരു ചുള്ളി, ഒരു കമ്പിന്റെ കഷണം, അതാണ് അച്ചാരം. ഇന്നാണെങ്കിൽ അത് പണമായിട്ടാകാം. പിന്നെ നമ്മൾ രേഖകൾ ഉണ്ടാക്കും. നമ്മുടെയൊക്കെ കല്യാണത്തിന് ഇപ്പം പിന്നെ ഉറപ്പും കല്യാണവും ഒക്കെ മിക്കവാറും ഒരുമിച്ച, അരമണിക്കൂർ ഗ്യാപ്പ് പോലും പലയിടത്തും ഇല്ല. നേരത്തെ അങ്ങനെയല്ലല്ലോ. ഇപ്പോഴും നിയമമുണ്ട് 1 മാസമെങ്കിലും ഗ്യാപ്പ് വേണമെന്ന്. പള്ളികളിലാണെങ്കിൽ 3 വിളിച്ചു ചൊല്ലിന് 3 ഞായറാഴ്ചയുടെയെങ്കിലും അവധി വേണമെന്നായിരുന്നു. 3 ഞായറാഴ്ച വിളിച്ചു ചൊല്ലും. അപ്പം ഈ ഉറപ്പിനും കല്യാണത്തിനും ഇടയ്ക്ക് ഒരു സമയമുള്ളത് കൊണ്ട് ഒരു എഴുത്തുപകരലുണ്ട്. മറ്റ് വിഭാഗങ്ങളിലാണെങ്കിൽ മോതിരപിടിയിലുണ്ട്. തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ ബൈബിള് കൈമാറും ചെറുക്കനും പെണ്ണും തമ്മിൽ. കല്യാണം ഉറപ്പാ, ബൈബിള് കൈമാറുക. നമ്മുടെ കൂട്ടത്തില് കല്യാണ ഡ്രസ് ഇട്ടുകൊണ്ട് വന്നിരുന്ന ഉറപ്പ് നടക്കുന്നതെങ്കിലും നമ്മുടെ ചടങ്ങിന്റെ ഭാഗമായിട്ട് കുറിയൊക്കെ കൈമാറും. അർത്ഥമില്ലാത്ത പക്ഷെ അതൊക്കെ പണ്ടാണെങ്കിലാ, രണ്ടിനും തമ്മിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ആവശ്യം. ഇതിപ്പം കല്യാണ ഡ്രസ്സിൽ തന്നെ ഇത് പരിപാടി നടത്തുന്നത്, പിന്നെ ചടങ്ങ് നടത്തുന്നു എന്ന് മാത്രം. അപ്പൊ ആ കൈമാറുന്ന കുറി, കൈമാറുന്ന മോതിരം, കൈമാറുന്ന ബൈബിൾ എന്താണ്? അച്ചാരമാണ്. ഗ്യാരണ്ടിയാ. ഇതുപോലെ യേശു കർത്താവ് നമുക്ക് തന്ന ഏറ്റവും വലിയ വാഗ്ദത്തം, കർത്താവ് വന്ന് നമ്മളെ കൊണ്ടുപോകും. എന്നാൽ ഇതുവരെ നിറവേറിയില്ല. കർത്താവിന് അറിയാമായിരുന്നു ഒരുപക്ഷെ അവരുടെ അപ്പോസ്തലന്മാരുടെ കാലത്തത് നിറവേറുകയില്ല എന്ന്. അതുകൊണ്ട് തന്നെ അവർ ആകുലപ്പെടാതിരിക്കേണ്ടതിന്, അതുകൊണ്ട് തന്നെ അവർ സംശയിക്കാതിരിക്കേണ്ടതിന് കർത്താവ് അവർക്ക് ഉറപ്പ് നൽകി. കർത്താവ് അവർക്ക് ഉറപ്പ് നൽകി. ആ ഉറപ്പ് നൽകിയത് പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടാണ്. പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട്. അപ്പോൾ ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയത് ക്രിസ്തു വരും, നമ്മെ കൊണ്ടുപോകും എന്നുള്ളതിൻ്റെ ഉറപ്പായിട്ടാണ്, അച്ചാരമായിട്ട്. അതുകൊണ്ട് തന്നെ ആ ആത്മാവിനെ പ്രാപിക്കാത്തവർ, ആ ആത്മാവിനെ വിശ്വസിക്കാത്തവർ, ആ ആത്മാവിന് വിധേയപ്പെടാത്തവർ കർത്താവിന്റെ വരവിനായിട്ടൊരുങ്ങുന്നവരല്ല. നാം ആ കർത്താവിന്റെ വരവിനായിട്ട് നമ്മെ തന്നെ ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ട്, സ്തോത്രം, നമുക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുകയും പരിശുദ്ധാത്മ നിറവിന്റെ ജീവിതം നയിക്കുകയും പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന എല്ലാവിധമായ കൃപാവരങ്ങളും ആ ഉദ്ദേശത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നവരാകണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? റോമാലേഖനം 8:9 വാക്യം, റോമൻസ് 8:9, ക്രിസ്തുവിന്റെ ആത്മാവ് ഇല്ലാത്തവൻ അവനുള്ളവനല്ല.
നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികയിൽ ജഡസ്വഭാവമുള്ളവനല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവ് ഇല്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തുവിന്റെ ആത്മാവ് ഇല്ലാത്തവൻ ക്രിസ്തുവിനുള്ളവരല്ല. അതുപോലെ 11-ാമത്തെ വാക്യത്തിലും പറയുന്നുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നു എങ്കിൽ നമ്മുടെ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതാണെങ്കിലും ആ നമ്മിൽ വസിക്കുന്ന ആത്മാവിനെ കൊണ്ട് യേശുക്രിസ്തുവിനെ പിതാവ് ഉയർപ്പിച്ചതുപോലെ നമ്മെയും ഉയർപ്പിക്കും. അപ്പൊ നമുക്ക് ക്രിസ്തുവിന്റെ വരവിനായി ഒരുങ്ങുന്നതിന്റെ ഭാഗമായിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും പരിശുദ്ധാത്മാവാസമുള്ളവരായി തീരുകയും അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായി നമ്മൾ മാറുകയും സകലത്തിലും ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും വേണം. അതിൽ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളുണ്ട്, പരിശുദ്ധാത്മാവിന്റെ ഫലമുണ്ട്. Both the gifts of the Spirit and the fruit of the Spirit. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഫ്രൂട്ട്സ് ഫലങ്ങൾ എന്നല്ല, ഫലം, ആത്മാവിന്റെ ഫലം, ഫലമോ എന്ന ഏകവചനത്തിലാണ് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത്. അതിന് കാരണവും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഈ ഫലമുണ്ടെങ്കിൽ ഒന്നല്ല, അവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ ഫലങ്ങളും ഒരുമിച്ചൊരു വ്യക്തിയിൽ ഉണ്ടാവും. ഉണ്ടായേ പറ്റൂ. ചിലത് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ അത് ശരിയായ ഫലം കായ്ക്കലല്ല. എല്ലാം കൂടെ ഒരുമിച്ചാണ്. നമ്മള് കടയിൽ ചെന്നിട്ട് ഷൂ വേണമെന്ന് പറഞ്ഞാൽ വ്യാകരണപ്രകാരം തെറ്റാണ്. കടക്കാരൻ ചോദിക്കത്തില്ല ഏതാ, വലത്തേത് വേണോ ഇടത്തേത് വേണോ. ഒരു പാക്കേജാ, ഇടത്തും വലത്തും രണ്ടും കൂടെ. പാൻറ് തയ്ക്കാൻ കൊടുക്കാന്ന് പറഞ്ഞാൽ ഒരു കാല് മാത്രം തയ്ച്ചു തരത്തില്ല. പാൻസ് അത് പാക്കേജാ. രണ്ട് കാലുണ്ട് അതിന്, രണ്ട് ഇടത്തെയും വലത്തെയും ഷൂസ് ഉണ്ട്. നമ്മളൊക്കെ ഷോറൂമിൽ നിന്നൊക്കെ നമ്മുടെ വണ്ടികൾക്ക് കുറഞ്ഞ പക്ഷം മിറർ, കണ്ണാടി മേടിച്ചാലും പുറത്ത് ചിലപ്പോൾ കിട്ടുമായിരിക്കും, പക്ഷെ ഷോറൂമുകളിലൊന്നും ഒന്നായിട്ട് തരത്തില്ല. പിന്നെ അവർ പറയും പഴയതെങ്ങാണം വല്ലതും കിടപ്പുണ്ടെന്ന് നോക്കട്ടെ, അങ്ങനെ കാണാൻ വല്ലതും എടുത്ത് തരുന്നെങ്കിലും, അല്ലെങ്കിൽ തരത്തില്ല, ഒന്നായിട്ട് തരില്ല. പെയർ വാങ്ങിച്ചേ പറ്റും. ഇതുപോലെ ആത്മാവിന്റെ ഫലം അവിടെ പറയപ്പെടുന്നതെല്ലാം ഒരുമിച്ച് ആത്മാവ് നമ്മിൽ വസിക്കുകയും പ്രവർത്തിക്കുകയും നാം ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുന്നെങ്കിൽ അവിടെ പറയുന്നതെല്ലാം ഒരുമിച്ചൊരു വ്യക്തിയിൽ ഉണ്ടാവും. അപ്പം ആത്മാവിന്റെ വരങ്ങളും ഫലവും ഒരുപോലെ പുറപ്പെടുവിക്കുന്നവരായി നാം തീരണം. അത് ഓരോ ദിവസം കഴിയും തോറും അതിൽ നമ്മൾ വളർന്നുകൊണ്ടിരിക്കും. കൃപാവരങ്ങൾ എല്ലാം ഒരാൾക്ക് ലഭിക്കത്തില്ല. എന്നാൽ ആത്മാവിന്റെ ഫലം എല്ലാം ഓരോ വ്യക്തിയിലും ഉണ്ടായിരിക്കണം. All the gifts
are not for everyone. Nobody will be there in the church who will possess all the gifts of the Spirit. Nobody will be there. ആരും കാണില്ല സഭയിൽ എല്ലാ കൃപാവരങ്ങളും ഉള്ളവരായി. അത് പരസ്പരം ശുശ്രൂഷയ്ക്കുള്ളതാണ് കൃപാവരങ്ങൾ. അതുകൊണ്ട് നാം ഒരാൾ മാത്രമല്ല ശുശ്രൂഷയും ചെയ്യണം എന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അതിനാൽ തന്നെ ചിലരെ കൈയായി, ചിലരെ കാലായി, ചിലരെ മൂക്കായി, ചിലരെ കണ്ണായി വെവ്വേറെ ശുശ്രൂഷകൾ ഏൽപ്പിച്ചാക്കിയിരിക്കുന്നു. ഒരുമിച്ച് പരസ്പര ആത്മീയ വർധനവിനായിട്ട് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്. എല്ലാവർക്കും എല്ലാ കൃപാവരങ്ങളും ഇല്ല. ഒരാൾക്ക് ഒരു വരമുണ്ട്, മറ്റൊന്നില്ല എന്ന് കരുതി ഏതെങ്കിലും ഒരു വരം മറ്റൊന്നിനേക്കാൾ വലുതോ ചെറുതോ അല്ല. പരസ്പരം ആത്മീയ വർധനവിന്, പരസ്പരം ശുശ്രൂഷിക്കുന്നതിന് അത് നൽകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അത് വ്യത്യാസമുണ്ട്. അത് പരിശുദ്ധാത്മാവ് ഇച്ഛിക്കുമ്പോൾ ഓരോരുത്തർക്ക് കൊടുക്കുക. ഞാൻ ഈ പറയുന്നതൊക്കെ അടിസ്ഥാനം പ്രധാനമായിട്ടും 1 കൊരിന്ത്യർ ലേഖനം 12, 13, 14 അധ്യായങ്ങൾ. അത് നമ്മുടെ എക്സ്ക്ലൂസീവ് പഠനമല്ലാത്തത് കൊണ്ട്, അത് പ്രത്യേകിച്ചെടുത്ത് പഠിക്കുകയല്ലാത്തത് കൊണ്ട് അതിൻ്റെ വ്യാഖ്യാനങ്ങളിലേക്ക് പോകാതെ പൊതുവായി പറഞ്ഞു വിടുന്നു എന്നേ ഉള്ളൂ. എന്നാൽ ഫലം അങ്ങനെയല്ല. ഓരോ ക്രിസ്തു വിശ്വാസിയിലും ആത്മാവിൻ്റെ സകല ഫലങ്ങളും ഒരുമിച്ച് ഏകവചന രൂപത്തിൽ കാണപ്പെടണം. ഇത് രണ്ടും നമുക്ക് വേണം. കൃപാവരങ്ങളെ പ്രാപിക്കുകയും വേണം, ഫലം പുറപ്പെടുവിക്കുകയും വേണം. കൃപാവരങ്ങൾ നിന്നുപോയി എന്നുള്ള പഠിപ്പീര്, അങ്ങനെയുള്ള വിശ്വാസം തെറ്റാണ്, വേദവിപരീതമാണ്. അതിന് എത്ര വലിയ പ്രസംഗകരും സഭാ നേതാക്കന്മാരും പറഞ്ഞാലും അത് തെറ്റ്, അത് പാപം. ഈ പരിശുദ്ധാത്മാവ് സഭയോടുകൂടെ ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം സഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ വരങ്ങളും വെവ്വേറെയായി വേറെ വേറെ വ്യക്തികളിൽ ഉണ്ടായിരിക്കും. എനിക്ക് ഒരു കൃപാവരം ഇല്ല എന്ന് കരുതി ആ കൃപാവരം ഇല്ലെന്നോ നിന്നുപോയെന്നോ ഞാൻ പറഞ്ഞാൽ അതെന്റെ ഭോഷത്വമാണ്, അതെന്റെ തെറ്റാണ്. അങ്ങനെ ആരും കരുതരുത്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തീകരണം തുടങ്ങി പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ തുടങ്ങി അന്യഭാഷാ ഭാഷണം തുടങ്ങി എല്ലാവിധമായ കൃപാവരങ്ങളും ഉണ്ട്. അത് ആവശ്യാനുസരണം പരിശുദ്ധാത്മാവ് സഭയിൽ ഉപയോഗിക്കും. 2, അത് പരിശുദ്ധാത്മാവ് നമ്മിൽ പകരത്തക്കതുപോലെ നമ്മൾ അനുസരണമുള്ള മക്കളായി ദൈവസന്നിധിയിൽ ദൈവത്തിന് ലഭ്യരും ഉപയുക്തരുമായി തീരണമെന്ന് മാത്രം. We should be available for the Lord and also usable, that he may impart every necessary gift to each one of us according to the need of the church, need of the hour. അങ്ങനെ ആത്മാവിൻ്റെ വരങ്ങളും ഫലവുമുള്ളവരായി ആത്മനിറവിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ജീവിതത്തിന് നമ്മൾ നമ്മെ തന്നെ വിധേയപ്പെടുത്തണം.
നാം ആത്മനിറവ് പ്രാപിച്ചവരും ആത്മവാസമുള്ളവരുമാണെന്ന് ഉറപ്പുവരുത്തണം. അത് ആ ബന്ധത്തിൽ നമ്മൾ വളരുകയും ജീവിക്കുകയും ചെയ്യേണ്ടത് കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. എന്തെങ്കിലും ചോദ്യങ്ങൾ ഇല്ലെങ്കിൽ അടുത്തതും കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. കഴിഞ്ഞ നമ്മുടെ ചോദ്യോത്തരവേളയിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചിരുന്നു. ഈ വിഷയത്തോടനുബന്ധിച്ച് അതിൽ ചില കാര്യങ്ങളും കൂടെ ആവർത്തിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. ജ്ഞാനത്തിന് ശേഷമേ ഹോളി സ്പിരിറ്റ് ലഭിക്കുകയുള്ളൂ മാസ്റ്റർ. അല്ല, മീനിങ് ഫില്ലിംഗ് ഓഫ് ഹോളി സ്പിരിറ്റ്, ബാപ്റ്റിസം വിത്ത്. അല്ല. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിൽ എന്താ കാണുന്നേ? കൊർന്നല്യോസിന്റെ വീട്ടിൽ വചനം കേട്ടവരുടെ മേൽ ആത്മാവ് വന്നു. എന്നിട്ട് ചോദിക്കുന്നു, നമ്മെപ്പോലെ ആത്മാവിനെ പ്രാപിച്ച ഇവർക്ക് വെള്ളം വിലക്കാൻ, സ്നാനം വിലക്കാൻ ആർക്ക് കഴിയും? അപ്പോൾ സ്നാനത്തിന് മുൻപ് തന്നെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാം. ഈ കൂട്ടത്തിലും നമ്മുടെ കൂട്ടത്തിലും ചിലരുണ്ട് അങ്ങനെ പ്രാപിച്ചവർ. എനിക്കും അറിയാം. അതിനിപ്പം നമ്മുടെ ഒരു അനുഭവത്തെ ഉപദേശമാക്കാൻ ഒക്കത്തില്ല. പക്ഷെ ബൈബിളിൽ തെളിവുള്ളത് കൊണ്ട് അത് ഉപദേശമാക്കാം. അല്ലെങ്കിൽ ഉപദേശമോ അല്ലെങ്കിൽ അത് ഒരു നോം, ഒരു രീതിയാക്കാം. സ്നാനത്തിന് മുമ്പും പരിശുദ്ധാത്മ നിറവ് ലഭിക്കാം എന്ന് വിചാരിച്ച് സ്നാനം വേണ്ട എന്നല്ല. ആത്മാവിനെ പ്രാപിച്ചവർ അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിൽ ആത്മാവിനെ ലഭിച്ചിട്ടും സ്നാനപ്പെട്ടു. അപ്പോൾ അത് ആകാം. ശരി, മറ്റൊന്നുമില്ലെങ്കിൽ അടുത്തത് കർത്താവിൻ്റെ വരവിനായിട്ട് സഭ തന്നെ തന്നെ ഒരുക്കുന്നതിൻ്റെ അടുത്ത ഭാഗമാണ് നാം കാണുന്നത്. ഒന്ന് യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ, 1 John 5:16, അവിടെ കാണുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലെ, ഈ കഴിഞ്ഞതല്ല അതിന് മുമ്പുണ്ടായിരുന്ന ചോദ്യോത്തരവേളയിൽ നമ്മൾ പങ്കുവച്ച ഒരു കാര്യമാണ്. മരണത്തിനായിട്ടുള്ള പാപവും മരണത്തിനല്ലാത്ത പാപവും. അതേപ്പറ്റിയാണ് വാക്യം പറയുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ വരവിനായി ഒരുങ്ങുന്നതിൻ്റെ ഭാഗമാണ് മരണത്തിനുള്ള പാപങ്ങളിൽ നാം ആരും ഏർപ്പെടാതിരിക്കുക. എന്ന് വെച്ചാൽ ഓർമ്മ കാണുമായിരിക്കും, ഒന്ന്, മനഃപൂർവമായി പാപം ചെയ്യാതിരിക്കുക. മരണത്തിനുള്ള പാപം. മനഃപൂർവമായി പാപം ചെയ്യാതിരിക്കുക. 2, പാപത്തിൽ തുടരാതിരിക്കുക. Abstain from volunteer, purposeful, thoughtful sins as part of preparing ourselves for the
marriage of the Lamb, we should not commit sins purposefully, voluntarily, deliberately, മനഃപൂർവം ബോധപൂർവം കരുതിക്കൂട്ടി ആലോചിച്ച് പാപം ചെയ്യാതിരിക്കുക. രണ്ട്, do not continue in sin. പാപങ്ങളിൽ തുടരാതിരിക്കുക. ഈ രണ്ട് പാപങ്ങളാണ് മരണത്തിനുള്ള പാപം എന്ന് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ശാരീരിക മരണവുമാകാം, ആത്മീയ മരണവുമാകാം, അത് നിമിത്തം നിത്യമരണവുമാകാം. അപ്പൊ ഈ മൂന്ന് മരണങ്ങളും അവിടെ അർത്ഥമാക്കാം. ഏത് മരണമാണെന്ന് യോഹന്നാൻ അവിടെ വ്യക്തമാക്കാത്തത് കൊണ്ട് നമുക്കിത് മൂന്നും ഒരുപോലെ എടുത്ത് തന്നെ ചിന്തിക്കാം. അവിടെ പറയുന്ന മരണം ശാരീരിക മരണമോ ആത്മീയ മരണമോ നിത്യമരണമോ ആകാം. ഒരു ഉദാഹരണം അല്ലെങ്കിൽ തെളിവ് പറഞ്ഞാൽ, ആദിമസഭ, the early church, the first death and burial in the church, ഓർമ്മ കാണുമല്ലോ. ദൈവസഭയിലെ ഏറ്റവും ആദ്യത്തെ മരണവും ശവമടക്കും അനന്യാസിന്റെയും സഫീറയുടെയും. അവര് മരിച്ചു. ഈ മൂന്ന് മരണത്തിനും അവർ അധീനരായി. ശരീരത്തിൽ മരിച്ചു, അതിനു മുമ്പ് അവർ ആത്മാവിൽ മരിച്ചു. വളരെ നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന പാപം. ആത്മീയമായി മരിച്ചിട്ട് ശരീരത്തിലും കൂടെ മരിച്ചത് കൊണ്ട് പിന്നീട് അവർക്ക് മാനസാന്തരത്തിനുള്ള അവസരം കിട്ടിയില്ല. പാപം ചെയ്ത് മരിച്ചതുകൊണ്ട് അവർ മരിക്കുന്നതിന് മുമ്പ്, ശരീരത്തിൽ മരിക്കുന്നതിന് മുമ്പ് തന്നെ ആത്മാവിൽ മരിച്ചു. ആത്മാവിൽ മരിച്ചിരിക്കെ ശരീരത്തിലും മരിച്ചു. അതുകൊണ്ട് ഇനിയും അവർക്ക് മാനസാന്തരത്തിനോ പാപമോചനത്തിനോ രക്ഷയ്ക്കോ അവസരമില്ലാതെ നിത്യമരണത്തിൽ ഏൽപ്പിക്കപ്പെട്ടു. നിത്യമരണത്തിൽ ഏൽപ്പിക്കപ്പെട്ടു. കണ്ടോ, മൂന്ന് മരണവും അവിടെ ഉണ്ടായി. അപ്പൊ അങ്ങനെയുള്ള ദൈവമക്കൾ അല്ലെ സഭയ്ക്കകത്തുള്ളവർ ഈ നിലകളിൽ പാപം ചെയ്യുന്നത് കണ്ടാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട. നമ്മൾ അങ്ങനെയുള്ള പാപങ്ങളിൽ അകപ്പെടരുത്. മനഃപൂർവം പാപം ചെയ്യുന്നെങ്കിൽ സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ചതിന് ശേഷം വരുവാനുള്ള ലോകത്തിന്റെ ശക്തി അനുഭവിച്ച ശേഷം മനഃപൂർവം നമ്മൾ പാപം ചെയ്യുന്നെങ്കിൽ ആ പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അനന്യാസിനെയും സഫീറയെയും പോലെ മരിച്ചാൽ ഓർക്കാൻ വയ്യ. കർത്താവേ ക്ഷമിക്കണേ എന്ന് പറയാനുള്ള അവസരം ഈ ഭാര്യയ്ക്കും ഭർത്താവിനും കിട്ടിയില്ല. നമുക്കാർക്കും ഇതുവരെ അങ്ങനെ സംഭവിക്കാഞ്ഞതിനായി ദൈവത്തിന് സ്തോത്രം. അല്ലേ, ചില സമയങ്ങളിലൊക്കെ നമ്മൾ
അറിഞ്ഞുകൊണ്ട് തന്നെ പാപം ചെയ്യുവാൻ ചുവട് വെച്ച് കാണും. അന്നേരം അനന്യാസനെ സഫീറെ അടിച്ചതുപോലെ എങ്ങാനും തമ്പുരാൻ നമ്മെ ബാധിച്ചിരുന്നെങ്കിൽ എനിക്ക് ചിന്തിക്കാൻ വയ്യ. അപ്പോൾ അങ്ങനെയുള്ള പാപങ്ങളിൽ നാം അകപ്പെടരുത്. മനഃപൂർവം പാപം ചെയ്യരുത്. 1 യോഹന്നാൻ തന്നെ 2:1 അത് തന്നെയാ പറയുന്നത്. 1 John 2:1. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാനിത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. A truly born again Christian cannot go on sinning. യഥാർത്ഥത്തിൽ വീണ്ടും ജനനം പ്രാപിച്ച ഒരു ക്രിസ്ത്യാനിക്ക് പാപത്തിൽ തുടരാൻ പറ്റില്ല. പാപത്തിൽ തുടരാൻ പറ്റില്ല. അതാണ് നാം 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വായിച്ചതാണ്. No one born of God deliberately, knowingly and habitually practices sin. For God's nature abides in him. God's principle of life, the divine sperm, remains permanently within him. And he cannot practice sinning because he is born of God. ഈ 2 കാര്യങ്ങളാ അവിടെ പറഞ്ഞിരിക്കുന്നത്. ഡെലിബറേറ്റായി, മനഃപൂർവമായിട്ട് അവൻ പാപം ചെയ്യുന്നില്ല. ദൈവത്തിൽ നിന്നും ജനിച്ചവൻ, യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ചവൻ, അവൻ കീപ്പ് ഓൺ സിന്നിങ്, പാപം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതുമില്ല. അത് നമ്മൾ ചെയ്യരുത്. അത് നാം ചെയ്യാതെ അഥവാ വല്ല പാപവും നമ്മിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ നാം ഉടൻ തന്നെ കർത്താവിനോട് ക്രമീകരണം പ്രാപിച്ച് 1 യോഹന്നാൻ 2:2 വാക്യത്തിൽ പറയുന്നത് പോലെ, 1-ാം വാക്യത്തിൽ പറഞ്ഞു, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ഇനി ഒരുത്തനിലങ്ങ് പാപം വന്നുപോയെങ്കിലോ? 2-ാം വാക്യത്തിൽ പറയുകയാണ്, ക്രിസ്തുവേശു എന്ന ഒരു കാര്യസ്ഥൻ, ഒരു മഹാപുരോഹിതൻ, ഒരു വക്കീൽ നമുക്ക് പിതാവിന്റെ സന്നിധിയിലുണ്ട്. ഓടി വന്നേക്കണം. ഒരിക്കലും തുടരാൻ പാടില്ല. നമ്മൾ കുറെ നാൾ മുമ്പ് ഒരു ഉദാഹരണം പറഞ്ഞായിരുന്നല്ലോ. ഒരു പാലത്തെ കൂടെ ഒരു ആട്ടിൻകുട്ടി പോകുമ്പോൾ കാല് തെറ്റി താഴെ വീഴുന്നു. പാലത്തിന്റെ കീഴിലെല്ലാം ചള്ളയും വെള്ളവുമാ. ഈ ആട്ടിൻകുട്ടി കാല് തെറ്റി വീണത് ആ ചള്ളയിലേക്കാ. അതവിടെ കിടക്കൂ? ഇല്ല. അത് നിലവിളിച്ച് കൂവി കരഞ്ഞ് എങ്ങനെങ്കിലും രക്ഷപ്പെടും. ഇനിയും ആട്ടിൻകുട്ടിയെ ആ വഴിയെ കൊണ്ടൊന്ന് കൊണ്ടുപോകാവോ? അത് പോകത്തില്ല. അതിങ്ങനെ മുമ്പിലത്തെ 2 കൈയും കൂടെ മുമ്പോട്ട് വെച്ച് ഒരു പുറകോട്ട് ആഞ്ഞൊരു നിപ്പുണ്ട്. പൊക്കി എടുത്തുകൊണ്ട് പോയാലും കയ്യിൽ പോലും ഇതിരിക്കത്തില്ല, കിടക്കും. അത് ആ വഴിയെ പിന്നെ അത് പോകത്തില്ല. കാലെത്തി വീണതാ, മനഃപൂർവ്വം ചെളി കണ്ടുകൊണ്ട് ചാടിയതൊന്നുമല്ലത്. എന്നാൽ അതിന്റെ തൊട്ടു പുറകെ വന്നത് അതേ പ്രായത്തിലുള്ള ഒരു പന്നിക്കുട്ടിയാണ്. അതും ഒരുപക്ഷെ കാല് തെറ്റി തന്നെ അങ്ങ് വീണു. പക്ഷെ അവിടെ കിടന്ന് സന്തോഷത്തിന്റെ പാട്ട് പാടും അല്ലേ?
എങ്ങനെങ്കിലും അതിനെ അവിടെ നിന്നും കരകയറ്റാന്ന് വെച്ചാലോ? വരത്തില്ല. ഇനി എങ്ങനെയും പൊക്കിയെടുത്ത് എവിടെയെങ്കിലും കൊണ്ടിരുത്തിയാലും അത് പിന്നെയും അവിടേക്ക് പോകും. അപ്പോൾ കുഞ്ഞാടിന്റെ കല്യാണത്തിനായിട്ട് ഒരുങ്ങുന്നതിന്റെ ഭാഗമായി നാം ഇതിൽ ഏതിനെ പോലെ ആയിരിക്കണം? ആട്ടിൻകുട്ടിയെ പോലെ. മനഃപൂർവം വെള്ളത്തിൽ അത് ചാടത്തില്ല. എങ്ങനെയും കാല് തെറ്റി വീണാൽ അവിടെ ഒട്ട് കിടക്കുകയില്ല. പിന്നെ അത് വീഴുന്നിടം തൊട്ട് അത് കരകയറുന്നത് വരെ ആ ചള്ളക്കകത്തി കിടക്കുന്ന സമയത്തൊരിക്കലും അതൊട്ട് ആസ്വദിക്കത്തില്ല. Of course, there is a bit time from the fall to the escape. Maybe a short while or a long while, that sheep or that lamb or that, goat will be there in that mud or water. But never that will be enjoying that situation. ഇതുപോലെ നാം ദൈവത്തിൻ്റെ കുഞ്ഞാടുകളാണ്. നാം മനഃപൂർവം പാപച്ചെളിയിൽ ചാടരുത്. നീ എങ്ങനെയെങ്കിലും കാല് തെറ്റി വീണാൽ ഒരിക്കലും അവിടെ കിടക്കുന്ന സമയം അത് ആസ്വദിക്കരുത്. എത്രയും പെട്ടെന്ന് പുറത്തു ചാടണം. രണ്ടാമത് ആ വഴിയെ പോകരുത്. ഇത് കുഞ്ഞാടിന്റെ കല്യാണത്തിനായി നാം ഒരുങ്ങുന്നതിന്റെ ഭാഗമാണ്. വ്യക്തമാണോ? എന്തെങ്കിലും ചോദ്യം ഇതിൽ? പക്ഷേ ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടാവും? 1 കൊരിന്ത്യർ 11:30 പറയുന്ന നിദ്ര ഉള്ളൂ എന്ന് പറഞ്ഞ കർത്തൃമേശാസനം, ഈ മരണവും അതിൽ പറയുന്ന മരണമായിട്ട് എന്തെങ്കിലും? അവിടെ പറയുന്നതും പാപം ചെയ്താൽ മരിക്കുന്ന കാര്യ. അയോഗ്യമായി അശുദ്ധിയോടെ തിരുമേശയിൽ പങ്കെടുത്താൽ 3 സാധ്യതകൾ. ബലഹീനരോ രോഗികളോ ആകാം, ചിലർ മരണപ്പെടാം. രോഗികളോ ബലഹീനരോ ആണെങ്കിൽ മാനസാന്തരത്തിനൊരു അവസരം കിട്ടും. കോമായിൽ പോയില്ലെങ്കിൽ ഉറപ്പില്ല, എന്നാലും കോമായിൽ പോകുന്നില്ലെന്ന് തന്നെ അങ്ങ് വെക്കാം തൽക്കാലം. ഗ്യാരണ്ടി ഇല്ല അതിന്. പക്ഷേ അനന്യാസിനെ സഫീറയും പോലെ സംഭവിക്കാൻ സാധ്യതയുള്ള 3-ാമത്തെ കാരണമാണ് മരണം. അത് ചിലപ്പോൾ നമ്മൾ അറിയണമെന്ന് പോലും ഇല്ല, പെട്ടെന്ന് സംഭവിക്കാം. അപ്പൊ പിന്നെ പ്രാർത്ഥിക്കാൻ പോലുള്ള അവസരം ഇല്ല. ചിലർ അതിനെ, ഈ മരണത്തെ ബാലശിക്ഷയായിട്ട് കാണുന്നുണ്ട്. അല്ല, ഇത് ബാലശിക്ഷയല്ല. ബാലശിക്ഷയാണെങ്കിൽ മാനസാന്തരത്തിന് അവസരം ഉണ്ടാവുക. ബാലശിക്ഷയാണെങ്കിൽ ദൈവം നമുക്ക് ശുദ്ധീകരണത്തിന് അവസരം തരിക. പക്ഷേ ശാരീരിക മരണത്തിലൂടെ നമുക്ക് അതിനുള്ള അവസരം നിഷേധിക്കപ്പെടുക. പ്രത്യേകിച്ച് പെട്ടെന്നുണ്ടാകുന്ന മരണം. അപ്പൊ സഭയ്ക്കകത്ത് തന്നെ അരുതായ്മകളിൽ ജീവിക്കുന്നവരുണ്ടെങ്കിൽ തമ്പുരാൻ ചിലപ്പോൾ അവരെ ശാരീരിക മരണം കൊണ്ടങ്ങ് മാറ്റും. അതാണ് ദൈവം കൈവിട്ട കേസുകൾ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ദൈവം ഉപേക്ഷിച്ച ചില കാര്യങ്ങളുണ്ട്. നമ്മൾ അതിനെ നേരെയാക്കാൻ പോകരുത്. ദൈവം വളച്ചതിനെ നമ്മൾ നേരെയാക്കാൻ പോകരുത്. പോയാൽ അത് നമുക്ക്
കെണിയാവും. അതിന് നമ്മൾ പോകരുത്. അതുകൊണ്ടാണ് രോഗികൾക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കുമ്പോൾ ദൈവഹിതത്തിന് ഊന്നൽ കൊടുത്ത് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. അല്ലാതെ ചാടിക്കേറി കർത്താവെ ഇപ്പൊ സൗഖ്യമാക്കണ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാക്കുന്നു, ഐ ക്ലെയിം എന്നും പറഞ്ഞൊന്നും എല്ലാ കേസുകളിലും കയറി ക്ലെയിം ചെയ്യാനും അവകാശപ്പെടാനും ഒന്നും പോകരുത്. സ്വന്തം വിഷയങ്ങളായാലും നമ്മൾ നമ്മെ തന്നെ പരിശോധിക്കണം, തന്നെത്താൻ ശോധന ചെയ്യണമെന്ന് പൗലോസ് അതുകൊണ്ട് ആ തിരുവത്താഴത്തിന്റെ സമയത്ത് പറഞ്ഞത്. അപ്പൊ അതും ഇതും കൂടെ യോജ്യമാണ്. താങ്ക് യു പാസ്റ്റർ. ശരി, മറ്റൊന്നും ഇല്ലെങ്കിൽ ഇന്ന് നമുക്കിവിടെ നിർത്താം. എല്ലാം കൊണ്ടും നാം അർത്ഥമാക്കുന്നത് നമ്മുടെ കർത്താവിന്റെ വരവിനായി നാം ഒരുങ്ങുക. ദൈവം നമ്മെ ഒരുക്കിക്കോളും എന്ന ഒരു പാസീവ് ക്രിസ്ത്യൻ ലൈഫ് അല്ല നാം നയിക്കേണ്ടത്. നമുക്കൊരു ആക്റ്റീവ് പാർട്ടുണ്ട്. നമ്മൾ തന്നെ ചെയ്യേണ്ട ചില ഭാഗങ്ങളുണ്ട്. നാം നമ്മെ തന്നെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇന്ന് രാത്രിയാണ് കർത്താവിന്റെ വരവെങ്കിൽ നാം ആരും കൈവിടപ്പെട്ടു പോകാതെ വേഗത്തിൽ മേഘങ്ങളിൽ വരുന്ന കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം അതിനായി നമ്മെ സഹായിക്കുമാറാകട്ടെ.